നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെത്തോലി മീൻ വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നെത്തോലി മുരിങ്ങയില തോരൻ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5 അല്ലി വെളുത്തുള്ളി, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകാണ്. പിന്നെ ഇതൊരു സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇതൊരു വലിയ സവാളയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കാം, ടേസ്റ്റ് കൂടും. പിന്നെ ഇത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പൊക്കെ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നത്തോലി മീനാണ്. നത്തോലി മീൻ 1/4 കിലോ നത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 കപ്പ് മുരിങ്ങയില. മുരിങ്ങയിലയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മീൻ വേവിക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചതച്ചതും അതിലേക്ക് 4 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിയുടൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ വേവിക്കാൻ ആവശ്യമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രേ ആവശ്യമായിട്ട് വരൂ. അപ്പം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽമുളക് ചേർത്തിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില ഞാൻ കഴുകി വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഇതിനാവശ്യമില്ല. സവാളയും മുരിങ്ങയിലയും വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെത്തോലി മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരൊറ്റ തോരൻ മതി, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക്